ഓണത്തിൻ്റെ ഒരുക്കങ്ങൾ ഓരോ നാട്ടിൽ ഓരോ തരത്തിലാണ്. ഇവിടെ വള്ളുവനാട്ടിൽ ഓണം എന്ന് വെച്ചാൽ അത് കുറച്ചുകൂടി ഗൃഹാതുരത്വം നിറഞ്ഞ ഒരു ആഘോഷത്തിൻ്റെ വേളയാണ്. പഴയ ശൈലിയിൽ തൊടിയിൽ നിന്ന് മണ്ണെടുത്ത് മാതേവരെ കുഴച്ച് നിർമ്മിച്ച് പൂക്കളങ്ങളൊക്കെ ഇട്ട് ആ മാതേവരെ മുകളിൽ പൂവിട്ട് അങ്ങനെ ഇന്നത്തെ തലമുറയ്ക്ക് അത്ര പരിചിതമല്ലാത്ത ശൈലിയിലുള്ള ആഘോഷമാണ് വള്ളുവനാടിലെ നാട്ടിൻപുറങ്ങളിലെ ഓണത്തിൻ്റെ ദിവസമുള്ളത്. ഇപ്പോൾ ഉത്രാട ദിവസം സാധാരണ ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും മാർക്കറ്റിൽ പോയിട്ട് മാതേവരെ വാങ്ങിക്കുകയാണെങ്കിൽ ഈ മണ്ണ് കുഴച്ച് മാതേവരെ ഉണ്ടാക്കി വെക്കുന്ന പല ഇടങ്ങളുമുണ്ട്. നമ്മൾ അങ്ങനെ ഒരു സ്ഥലത്താണുള്ളത്. എങ്ങനെയാണ് ഈ മാതേവരെ ഒരുക്കുന്നത്, അതിൻ്റെ ചിട്ട എന്താണ്, അതിൻ്റെ ഐതിഹ്യം എന്താണ് എന്നുള്ളതൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം. എങ്ങനെ ഈ ഓണത്തപ്പനെ ഒരുക്കണമെന്നുള്ളത് നേരിട്ട് കാണുകയും ചെയ്യാം. അതെ, മൂലം തൊട്ടിട്ട് നമ്മൾ മൂലം തൊട്ട് മുട്ടിയിൽ വെക്കുക എന്നുള്ളതാണ്. മൂലം തൊട്ട് മൂട്ടിലാണെങ്കിൽ മുട്ടിയിൽ വെക്കുക എന്നുള്ളതാണ് പഴയ കണക്ക്. അധികം അന്ന് സത്യത്തിൽ 3 മാതേവരെ വെക്കും. പിന്നെ ഓരോ ദിവസം മൂലം പൂരാടത്തിൻ്റെ അന്ന് 5 എണ്ണം വെക്കും. ഉത്രാടത്തിൽ നിന്ന് 7, മഹാബലി അടക്കം 10 എണ്ണം വരും. പിന്നെ തിരുവോണത്തിൻ്റെ അന്ന് 9 എണ്ണം, മഹാബലി 10. ഇതിപ്പോൾ നാളേക്കുള്ള ഒരുക്കുകയാണ്. ഇതിപ്പോൾ ആദ്യം ഉണ്ടാക്കുന്നത് വാമനനാണ് മഹാബലിയുടെ ഒപ്പം വരുന്നത്, അതായത് മഹാവിഷ്ണു. അപ്പോൾ മഹാവിഷ്ണുവിനെ നമ്മൾ ആദ്യം ഒരുക്കി വെച്ചിട്ട് പിന്നെ പരിവാരങ്ങൾ മഹാബലി. അതാണ് മൺതേവര് എന്നാണ്. അത് മരം തേവര് എന്നാകുമ്പോഴും മാതേവരാണ്. മൺതേവരായാലും മൺതേവര. അത് ശിവന്റെ ഇതിലാണ്. പണ്ട് ശൈവരും വൈഷ്ണവരുമായിട്ടുണ്ടായിരുന്ന ഒരു ഇതിലൊരു അവർക്കൊരു ഇതുണ്ടാവാൻ വേണ്ടിയിട്ടാണ്, അതായത് യോജിപ്പ്. അപ്പോൾ ശൈവ വൈഷ്ണവ പ്രതിബിംബങ്ങളായിട്ടാണ് നമ്മൾ പ്രതിഷ്ഠയൊക്കെ ചെയ്യുമ്പോൾ ശൈവായും കൊണ്ട് ചെയ്യും, പൂജ ചെയ്യുമ്പോൾ വൈഷ്ണവായും കൊണ്ട് ചെയ്യും. അങ്ങനെയാണത് ചെയ്യുന്നത്. അതെ, ശിവലിംഗ അതാണ് മഹാബലിയെ ശിവലിംഗത്തിന്റെ രൂപത്തിലാക്കി തീർക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ 9 എണ്ണം മാതേവരായിട്ടുണ്ടാവും, മറ്റു മഹാബലിയുണ്ട്. അതെ, അങ്ങനെ പ്രധാനപ്പെട്ടത് വാമനനാണ്. അതിൻ്റെ തൊട്ടു പിന്നിലുണ്ടായിരിക്കും വാമനന്റെ ഏറ്റവും വലുത് നമ്മൾ വെക്കുമ്പോൾ വാമനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയർന്ന് വലിയ രൂപായും കൊണ്ടുള്ള വാമനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ചെറിയ വാമനല്ല. അതായത് മഹാബലിയുടെ തലയിൽ ശിരസിൽ കാല് വെച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഭഗവാൻ അത്രമാത്രം ആകാശവും ഭേദിച്ചു കൊണ്ട് ഉയർന്നു പോയിട്ട് മഹാവിഷ്ണുവിൻ്റെ ആ പാദം അവിടെ മുകളിലുള്ള സത്യലോകത്തിലിരിക്കുന്ന ബ്രഹ്മാവിൻ്റെ മുന്നിലെത്തിയെന്നാണ് പറയണത്. എന്നിട്ട് ആ ബ്രഹ്മാവിൻ്റെ പാദങ്ങളെ തൻ്റെ ബ്രഹ്മാവ് ആ മഹാവിഷ്ണുവിൻ്റെ പാദങ്ങളെ തൻ്റെ കിണ്ടിയിലുള്ള തീർത്ഥം കൊണ്ട് കാല് കഴുകി എന്നാണ് പറയുന്നത്. അപ്പോൾ അതേ നിലയ്ക്ക് ഉയർന്നു വരണം എന്നുള്ളതിൻ്റെ സങ്കല്പത്തിലാണ് മഹാബലിയുടെ ഒപ്പനേക്കാൾ ഉയരത്തിലുള്ള വാമനനെ ഉണ്ടാക്കുന്നത്. തടിച്ച രൂപമല്ല, അപ്പൊ ഉയരത്തിനാണ് മാതവരുത്. കുറച്ചും കൂടി ശിവന്റെ രൂപത്തിൽ, ശിവലിംഗ രൂപത്തിലാണ് വാമൻ. പിന്നെ മാറുള്ളതൊക്കെ സാധാരണ രൂപത്തിൽ. അത് നമുക്ക് മണ്ണ് കിട്ടിയതിന്റെ ലഭ്യത. ഭൂതഗണങ്ങളല്ല, ഒപ്പമുള്ള പരിവാരങ്ങൾ. അവരുടെ ഒപ്പം ഭൂതഗണങ്ങളല്ല. മുമ്പൊക്കെ മുത്തശ്ശിയൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. അത് കൂട്ടുകുടുംബത്തിന്റെ ഒരു വ്യവസ്ഥ എന്നുള്ള നിലയ്ക്കായിരുന്നു അന്നത്തെ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അന്നത്തെ ഉണ്ടായിരുന്ന എല്ലാ ഒരു കൂട്ടുകുടുംബത്തിൽ വേണ്ട എല്ലാവർക്കും മുത്തശ്ശനും മുത്തശ്ശിയും അവരുണ്ടായിരുന്ന അതെ ഒന്നിച്ചിട്ട് അവിടെ നിന്ന് പാതാളത്തിൽ നിന്ന് കയറി വരുമ്പോൾ പരിവാര സമേതാണ് വരുന്നതേ. അപ്പോൾ വയസ്സായവരും ഉണ്ടാവും, കുട്ടികളും ഉണ്ടാവും. ഓക്കെ, അതൊക്കെ വഴിക്ക് വെച്ച് ഭക്ഷണം കഴിക്കുന്നതൊക്കെ വേണ്ട എല്ലാ സംവിധാനങ്ങളും കൂടിയാണ് പോരുന്നത്. ഇപ്പം ആദ്യം വാമനന്റെ പീഠം ഉണ്ടാക്കി, പിന്നെ വാമനെ. അപ്പം ഈ മണ്ണിന്റെ ലഭ്യതയ്ക്ക് അനുസരിച്ചിട്ട് ചിലപ്പോൾ വ്യത്യാസങ്ങൾ ഉണ്ടാവും. രൂപത്തിന് കുറച്ചും കൂടി ചെറുതാക്കും. അതൊക്കെ ആണ് ചെയ്യുക. സാധാരണ നിലയ്ക്കുള്ള നമുക്ക് അത്രയും വലിയൊരു പൊക്കത്തിലൊന്നും ഉണ്ടാക്കണമെന്നില്ല. സാമാന്യമായിട്ട് മണ്ണൊക്കെ അതെ അത് ചെയ്യുന്നേ ഉള്ളൂ. അതെ ശർക്കരാച്ചിന്റെ രൂപം അതാണ്. അതെ, അത് കാണാം. ഇത് എനിക്ക് നമ്മള് ഇവിടെ വല്യമ്മാവൻ അറിഞ്ഞപ്പോൾ കാണിച്ചതിൻ്റെ നമ്മൾ
അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവരെയൊക്കെ നമുക്കൊരു ഓർമ്മിക്കാനുള്ളൊരു അമ്മാവൻ ആ ഗൃഹാതുരത്വം എന്ന് പറഞ്ഞാൽ അതാണ് വല്യമ്മാവൻ ഉണ്ടാകുന്ന സമയത്ത് ചെയ്തിരുന്ന ഇതൊക്കെ അതേപടി ചെയ്യുമ്പോൾ ഉണ്ടാവുന്നൊരു അമ്മാവൻ പടം ഉണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടാക്കും. അതൊക്കെയാണ് അതിൻ്റെ ഒരു ചെറിയ നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരുടെയൊക്കെ ആ കാണിച്ചു തന്നിരുന്ന അന്ന് അവർ ഒന്നും ഇല്ലായ്മയിലും അവർ പലതും ആ തറവാടിത്തം വിടാതെ കാര്യങ്ങളൊക്കെ നടത്തിച്ചിരുന്നു എന്നുള്ളതാണ്. കാണാൻ പറ്റും ഗുണമുണ്ടെന്ന ആ ഒരു സ്വഭാവം തന്നെയായിരുന്നു അന്ന്. എന്നുള്ളവരൊന്നും അധികം ഒന്നും പുറത്തേക്ക് പണിക്കൊന്നും പോകാൻ പാടില്ല, വീട്ടിലുള്ളതുകൊണ്ട് കഴിച്ചു കൂട്ടണം. അപ്പോൾ പുറമേക്ക് നല്ലോണം ആഡംബരം കാണിച്ചുകൊണ്ട് പാകത്ത് കമ്മിയാണെങ്കിലും അതായിരുന്നു അന്നത്തെയൊക്കെ അവസ്ഥ. ഞങ്ങളുടെ കാലമായപ്പോഴേ കേട്ടോ ആദ്യത്ത് ഈ സ്ഥലത്ത് നമ്മൾ കുറേ നമുക്ക് ആരായ്മ ഭൂമികൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇത് വന്നോടുകൂടി ഇല്ലാണ്ടേ. അതെ അതെ. പിന്നെ അപ്പോൾ ഈ അവരുടെ അവസ്ഥ വിടാൻ വയ്യ. പക്ഷേ ഉള്ളിൽ കാണുന്നുണ്ടെങ്കിൽ പുറമേക്ക് ധാരാളം കാണിച്ചു കൊടുത്തും വന്നവർക്കൊക്കെ വേണ്ട പോലെ ഭക്ഷണം കൊണ്ടൊക്കെ കൊടുത്തുകൊണ്ടൊക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത്. എന്നാലും ധാരാളം പേര് വന്നിരുന്നു ആ പഴയ പെരുമ പ്രമാണിച്ചിട്ട്. ഇത് ഉണ്ടാക്കി തീർക്കും. ഇതിപ്പോൾ 1 മണിക്കൂറിനുള്ള സംഗതി മുഴുവൻ തീർക്കും. എന്നിട്ട് അവിടെ എടുത്ത് വയ്ക്കും. നാളെ രാവിലെ അത് നേരത്തെ അണിഞ്ഞ് ആദ്യം ചാണകം വെട്ടി മെഴിഞ്ഞ് ഇപ്പോൾ ഈ വെച്ചിട്ടുള്ളതിനൊക്കെ എടുത്ത് മാറ്റി വെച്ച് ചാണകം മെണിഞ്ഞ് പിന്നെ അവിടെ തേച്ച് മെഴുകി ആദ്യം അരിമാവ് കൊണ്ട് അണിഞ്ഞ് ഉണ്ടാക്കാം. അപ്പം അങ്ങനെയാണ് ഉത്രാട നാളിലെ വള്ളുവനാട്ടിലെ മാദേവരെ ഒരുക്കുന്ന കാര്യങ്ങളൊക്കെ. തിരുവോണത്തിൻ്റെ അന്ന് 9 മാദേവർമാരെയാണ് വേണ്ടത്, വാമനനും മഹാബലിക്കും പുറമെ. അപ്പോൾ അതുകൂടി ഒരുക്കി കഴിഞ്ഞാൽ പിന്നെ ചടങ്ങൊക്കെ തിരുവോണത്തിനന്ന് രാവിലെയാണ്. തിരുവോണത്തിനന്ന് രാവിലെ വലിയ തളത്തിൽ വലിയ കളം വരച്ച് അതിൽ അരിമാവ് എഴുതി കോലം എഴുതി അതിൽ പീഠത്തിൽ പ്രതിഷ്ഠിച്ച് അടയും അപ്പമൊക്കെ നിവേദിച്ച് അങ്ങനെയാണ് തിരുവോണ ദിവസം വള്ളുവനാട്ടിൽ ആഘോഷിക്കുന്നത്. എന്താണെങ്കിലും അതൊക്കെ തിരുവോണത്തിൻ്റെ അന്ന് രാവിലെയാണ്. ഇപ്പോൾ ഉത്രാടത്തിൻ്റെ അന്നത്തെ പ്രധാനപ്പെട്ട ഒരുക്കങ്ങളിൽ ഒന്നാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇത് വള്ളുവനാടിൻ്റെ ഒരു ശൈലിയാണ്, അല്ലെങ്കിൽ വള്ളുവനാട്ടിലെ ആളുകൾ മറന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അഖിലോട്ട് പറയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18.